ഉപ്പ നമ്മൾ തണ്ണിമത്തങ്ങ മേടിക്കണ്ട. തണ്ണിമത്തങ്ങ ഇങ്ങോട്ട് ഇതാരും തല്ല മോനെ, ഇതൊന്നും ആടൂല. ഇതൊക്കെ എങ്ങനെ ഇതിന് മോൻ കയറിക്കോ. കയറിക്കോ, പുടിച്ചിക്കോ, വിഴല്ലേ പുടിച്ചിട്ട് നാടിയൊക്കെ സുഖണ്ടാ. ഇയല്ലേ പുടിച്ചോ, മുറുക്കി പിടിച്ച മതി മോനെ. ഇനി നമുക്ക് പിന്നെ വരാം, വെയിലാണ്. ഞാൻ പിന്നെ കൊണ്ടുവന്നെ. ഇറങ്ങിക്കളി വേലേ. ഞാൻ പിന്നെ കൊണ്ടുവരണ്ട് മോനെ. ഞാൻ വേറെ ഇപ്പൊ ഈ വെയിലുണ്ട് കാറത്ത് ഞാൻ കൊണ്ടുവരണ്ടേ. അല്ല മോനെ അവിടെ നോക്കിയാലോ. ചോപ്പിള്ള അല്ല, ഇഞ്ചക്ഷൻ ചെയ്ത് ചോപ്പിച്ചല്ലോ, ഒറിജിനൽ അല്ലേ. ചോദിച്ചോട്ടെ, ഞാൻ ചോദിക്കട്ടെ. 5 അപ്പൊ എന്ത് വരും? 96 350 അല്ലേ. ഞാൻ എടുത്തോ. ഒരു കിഞ്ചർ കിഞ്ചർ ജോയ് ഇല്ല അവനെ, ഒരു കിഞ്ചർ ജോയിന് കൊടുത്തട്ടെ. അല്ല അപ്പൊ അതിന്റെ എത്ര വരുന്നത്? അതിന്റെ വരുന്നത് 96. അവന് കിഞ്ചർ ജോയ് കൊടുത്ത് കിഞ്ചർ ജോയ് എടുത്തവനെ. വേണ്ടല്ലോ. ശരി. ഇതമ്മ ഇത് വെയിലല്ലേ. ജമീല മനുഷ്യൻ വെയിലും കൊടുക്കോ. ഈ കൊട്ടം വെയിലത്ത് ഈ കുട്ടീനെയും കൂട്ടിയിട്ട് ശരി. പള്ളി നിനക്ക് പോകുന്നു വത്തക്ക വാങ്ങാൻ പറഞ്ഞപ്പോ ഞാൻ തയ്യോ വാങ്ങി കൊടുക്കണ്ടേ? ഉമ്മാന്റെ കുട്ടി ആകെ വേർത്തുന്നു. ഒരു കിഞ്ചർ ജോയി വാങ്ങുന്ന പറഞ്ഞ് അത് വാങ്ങിക്കൊടുത്ത്. അത് വാങ്ങിക്കൊടുത്ത അല്ലാണ്ടേ ജമീല ഇനി എവിടെയാടെ എത്ര നേരായി കട്ട് ചെയ്യാൻ പോയിട്ട്? മോനിക്ക് കൊടുക്ക്, ഓൻ കുഴങ്ങിക്കണ്. കേട്ടെ മുറിച്ചു കൊണ്ടുവരണ്ടേന്ന്. മോൻ ഒരു കാര്യം, മോൻ കുത്തിരുന്ന് കഴിക്കും. ഉപ്പേ ഈ കുപ്പായ ഒന്ന് മാറ്റി. കഷ്ണം കഴിച്ചു. ഞാൻ ഈ കുപ്പായ ഒന്ന് മാറ്റി കാട്ടെട്ടോ. ഒന്ന് കഴിച്ചിട്ടാണ്ട് പോയിക്കോ. മോൻ തന്നു കണ്ടില്ലേ. നടന്ന് വരുമ്പോഴേക്ക് വൈകി കഴിക്കേ. അയ്യോ ഈ വെയില് മുഴുവൻ എന്താണ് കുട്ടിക്ക് ഇഷ്ടല്ലേ ഇത്? ഇതും കൂടി ഉമ്മ വായിൽ ചേർന്നല്ലേ കഴിക്കേ. എന്താണ് കുട്ടി ഇതിനാ കഴിച്ചോക്കട്ടെ. നല്ല മധുരമുണ്ട്. ജ്യൂസ് അടിച്ചേരാ കേട്ടോ മമ്മ. കുട്ടിക്ക് ജ്യൂസ് ഇഷ്ടല്ലേ? ജ്യൂസ് അടിച്ചേരാ കേട്ടോ. ഉപ്പനെ ഒന്ന് വിളിച്ചേ. ഒരു കഷ്ണം കഴിക്കും, നല്ലതല്ലേ. അല്ല മോനെ കുറ്റം പറയാൻ മോന് ഇത് കൊടുക്ക്. അനക്ക് വേണ്ടിട്ടല്ലേ ഇത് മേടിച്ചു നമ്മള്. മോന് കഴിക്കേ. നിങ്ങള് കഴിച്ചോ. അവനത് ജ്യൂസ് അടിച്ചു കൊടുത്തോളാം. തിന്നണം മോനെ. നിങ്ങൾ ഈ കിൻഡർ ജോയി അത് ഇതും വാങ്ങി കൊടുത്തു. നിങ്ങൾക്കാണ് ലേശം അത് കൂടുതൽ. നിങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വേണ്ടുന്നും വേണ്ടാത്തൊക്കെ കുട്ടിയാണ്. ഉപ്പപ്പാക്ക് മാത്രമേ ഉള്ളൂ. ഉപ്പപ്പാക്ക് മാത്രമേ ഉള്ളൂ. ഉപ്പപ്പാക്ക് മാത്രമേ ഉള്ളൂ.
മോനെ ഈ വെയില് മുഴുവൻ കൊല്ലങ്ങാടിന്ന് നിങ്ങളല്ലാതെ ഈ കൊട്ടം വെയിലത്ത് പോയിട്ടല്ലേ. ഇതെല്ലാം പറഞ്ഞിട്ട് പത്തക്ക് വന്ന പിന്നെ ആർക്ക് തിന്നാനാ ഉമ്മക്ക് തന്നെയാണ് കഴിച്ചാൽ ജ്യൂസ് അടിക്കാം നമുക്ക്. ആ ജ്യൂസ് അടിച്ചു തരാം. പഞ്ചാര ഉണ്ടോ മോനെ അതില്? ഏടാണ് പഞ്ചാര? പഞ്ചാര ജ്യൂസ് അടിക്കരുത്. പിന്നെ ഇതിന്റെ കൊണം തീത്ത പഞ്ചസാര കേടല്ലേ മമ്മ ഉണ്ടാക്കി. ഒരു ലേശം പഞ്ചസാര ഇടാം, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. അറിയാം മാർക്കറ്റ് ഇൻജക്ഷൻ ചെയ്തു ചോപ്പ് കുത്തിച്ച് കേട്ടിന് പത്തക്കുണ്ട്. ഇത് അതല്ല, ഇത് നമ്മുടെ പാടത്ത് ഇവിടെ ഉണ്ടാക്കുന്നതാണ്. വയറ് നോണ അറിയില്ല. നല്ലതാണ്. കഴിക്കാണ്ട് ഉമ്മ പഞ്ചസാര ഇട്ട് നല്ല ജ്യൂസ് അടിച്ചു തരാം കേട്ടാ. സാറില്ല അത് മതി ചെക്കന് വേഗം ജ്യൂസ് അടിക്കട്ടാ. ഉമ്മ ജ്യൂസ് അടിച്ചോണ്ട് തരാം കേട്ടാ. ലേശം പഞ്ചസാര ഇടുള്ളൂ കേട്ടാ. 4 കണ്ടത്തോണ്ട് ജ്യൂസ് അടിച്ചു. മോനെ വന്നേ, ഒരു സാധനം കാണിച്ചു തരാം. അയ്യോ വളരെ കളി. നോക്ക് ഉമ്മ എങ്ങനെയുണ്ട് ഇപ്പൊ? ഉമ്മ റാണി ഒന്നിച്ചെടുക്ക്. ആ ഇത് വലുതാ, ചെറുതാക്ക്. നിങ്ങള് കാല് നോക്കിട്ടാ. പാരപ്പത് പശുവിനെ കണ്ടിട്ടുണ്ടോ? പശു ഇങ്ങനെയാണ് പണ്ടുള്ള ഒരു കഞ്ഞി കൊടുത്തു. ഇപ്പൊ എന്റെ മോനൊന്നും അറിയില്ല. ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ ഒന്നും അറിയില്ല. പശു നല്ല രസല്ലേ? പശു, അമ്മ പശു, അച്ഛൻ പശു, ഇതൊക്കെ കുഞ്ഞു പശു. നല്ല രസല്ലേ? നിങ്ങൾ കാല് ഇതാക്കല്ലേ. എടാ ഇവിടെ വാ മോനെ, ഇത് നോക്ക്. എടാ പന്തുണ്ടാക്കണം നോക്ക്. നിങ്ങളെ കാല് വയ്യാതെ കേറിയിട്ട് കുഴപ്പമുണ്ടാക്കല്ലേ. ഇല്ലില്ല അതൊന്നും എത്തൂല. അതൊന്നും ഉപ്പാപ്പൊക്കെ എത്തൂല. അയ്യോ അന്ന് എത്തൂല. നിങ്ങൾ ആ ചെറിയ മാവിലെങ്ങാനും ഉണ്ടോ നോക്ക്. ഉപ്പയുടെ നോക്കിട്ടാ. അയ്യോ അല്ല, നിങ്ങൾ കുഴപ്പമുണ്ടാക്കല്ലേ. എന്ത് പണിയാണ് നിങ്ങൾ കാട്ടിച്ച്. എന്തെങ്കിലും പറ്റിയാ? മോനെ ഉപ്പാനൊന്ന് പിടിച്ചെഴുന്നേപ്പിക്കുന്നു. എനിക്ക് വയ്യ. എന്നാല് ഒന്നും പറ്റിയില്ല. നിങ്ങൾ എന്ത് പണിയാ? ഓന് വേണ്ടി ഞാനല്ലാണ്ട് പിന്നെ ആരാ വിടണ്യേ? ഓനൊരു മാങ്ങ ഓരെങ്ങട്ട്. എന്റെ കുട്ടി എപ്പോ നോക്കിയാലും വെയിലെത്തണ തോർത്തും വേർത്ത് കുളിച്ചിരിക്കുകയാണ്. ലേശം കഴിഞ്ഞിട്ട് കുളിച്ചാ മതി കേട്ടാ. ഒക്കെ പെൺകുട്ടികളുടെ കൂടെ കളിക്കുന്നുണ്ടോ? പേരും കൊണ്ട് നടക്കണേ. അവൾക്ക് ചൊറിഞ്ഞ് ചൊറിഞ്ഞു. തല ചൊറിയുണ്ടോ? എവിടെ പോയി കളിക്കുന്നൊക്കെ അറിയാം. വേതനം കൂട്ടുമെന്ന് കേന്ദ്ര സർക്കാർ. ഓനെ ഞാൻ കൊടുക്കാം. ഹലോ ഉപ്പ, എന്നാ വരുന്നേക്ക്? ഞാൻ പോടോ മുമ്മാടി ഉപ്പാടി കൂടെ ഇരിക്കായിരുന്നു. വെയിലത്താണ്. പഠിപ്പാ കഴിഞ്ഞ്. എന്താ പറഞ്ഞ റിമോട്ടുകാരൻ? ഇപ്പച്ചി വരുമ്പോ റിമോട്ട് കാർ കൊണ്ടുവരണം കേട്ടാ.
1. മോനെ മോനെ എന്തൊക്കെയാ ഇവിടെ എന്ത് ഇവനുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ കെട്ടി മറിയന്നെ ഉപ്പയും ഉമ്മയും കൂടെ. ഇവിടെ നേരം പോകും. അതെ, മോളിലോണ്ട് നേരം പോണു. ആ വികൃതിയൊന്നും ഇല്ല, എന്നാലും ഗ്രൗണ്ടിലേക്ക് പോയാ കിട്ടാൻ ലക്ഷം പണിയാ. ഓന്റെ പ്രായം അതല്ലേ. അതെ അതെ, ഓടിക്കളിക്കേണ്ട പ്രായല്ലേ. ആ ആ ആ പിന്നെ സന്തോഷല്ലേ. ആയിക്കോട്ടെ, ഞാന് മോനെന്നാന്ന് ഉപ്പയോട് പറയ്, ഉപ്പയ്ക്ക് കൊടുക്കട്ടെ. ആ ആ ആ ആ ആ മോൻ എന്തോ പറയാണ്ടെന്നുണ്ട്. പോയി കുളിച്ചു വരാം. പറഞ്ഞോളി. എന്താ ഉറങ്ങിക്കിടക്കണ കുട്ടീനെ നോക്കിയിരിക്കുക? ഉറക്കൊന്നും ഇല്ലടോ. ഇതെന്താ കൂടെ മുഖം വല്ലാതിരിക്കുന്നത്? എന്തേ എന്തുണ്ട് പറയ, എന്താണ്? ഞാൻ എന്താ എന്നോട് പറയാ? എന്താ? ഒന്നുമില്ല. നേരത്തെ വിളിച്ചില്ലേ, എന്താ പറഞ്ഞാല് ഇവൻ ഓന്റെ അടുത്ത് കൊണ്ടുപോകണത്രേ. എങ്ങട്ട്? ഓൻ ദുബായിലേക്ക്. എന്റെ മോനെ കൊണ്ടുപോകാൻ പറ്റൂല. അതെങ്ങനെയുടെ മുമ്പിൽ അങ്ങനെ പറയാ? എന്റെ മോനെ കൊണ്ടുപോകാൻ പറ്റൂല. അതന്നെ നമുക്ക് പറയാൻ പറ്റുമോ? അത് ഞാൻ എന്റെ മോളെ കാണുന്നു, എന്റെ മോനെ കാണുന്നു. എന്റെ കുട്ടീനെ ഈ വളർത്തി വലുതാക്കിയില്ലേ അല്ലേ? അതുമാതിരി ഓൻ ആഗ്രഹമില്ലേ? ഓന്റെ കുട്ടിയല്ലേ ഇത്? പറ്റൂല. സങ്കടപ്പെടല്ലേ? ഓന്റെ ചോരയെ വളർന്ന കുട്ടിയത്. പറ്റൂല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓന് പിന്നെ വേറെ ആരാ ഉള്ളത്? നമുക്ക് വേറെ ആരാ ഉള്ളേ? അതൊന്ന് ആലോചിച്ചേ. എനിക്ക് പറയാൻ വയ്യ ഓന്റെ അടുത്ത്. അറിയാം, എനിക്ക് എന്റെ മോൾക്ക് പകരാണ്. എനിക്ക് വിഷമില്ല എന്നെ വിചാരം. പറ്റൂല. എന്താ ഈ പറയുന്നത്? നമ്മളെ മോളെ വളർത്തി വലുതാക്കിയിട്ട് നമ്മള് കെട്ടിച്ചു കൊടുത്തില്ലേ? ഓനങ്ങനെ മോഹല്ലേ? ഓന്റെ കുട്ടീനെ വലുതാക്കണ്ടേ? ഒന്നിനല്ലാണ്ട് പിന്നെ ആരും ഓൻ പോയിട്ടത്? എന്ത് പറഞ്ഞാലും ശരി, നമുക്ക് പിന്നെ വേറെ ആരാ ഉള്ളേ? എനിക്ക് ഓന്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ല. എന്നോട് കാര്യം പറയാൻ പറഞ്ഞത് കേക്ക്. ഇത് മനസ്സിലാക്കി സംസാരിക്കും. അറിയാം, എനിക്ക് ഞാൻ പറയൂല. എനിക്ക് വിഷമുണ്ടോ? എനിക്ക് വിഷമില്ലാന്ന് വിചാരിച്ചത്. ഞാനൊക്കെ സഹിക്കുക ഉള്ളില്. ആൾക്കറിയോ, എന്നെ കൊണ്ടും വയ്യടാ. എന്നെ പറഞ്ഞേക്കാൻ എനിക്കും പറ്റൂലടാ. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ശരി, എന്റെ മോനെ ഞാൻ കൊടുത്തയക്കൂല. നീ എന്തിത്താടോ പറയണത്? നിയമവും കാര്യമൊക്കെ ഉണ്ട്. ഒന്നും നമ്മക്ക് അനുകൂല. മോളെക്കാൾ വലുതൊന്നുമല്ലല്ലോ. ഇത് ഓന്റെ ചോരയിലുണ്ടായ കുട്ടിയാ. നമുക്കറിയോ? മറക്കണ്ട. ഉപ്പ പറയണതൊക്കെ കേൾക്കണം കേട്ടോ. നന്നായിട്ട് പഠിക്കണേ. വെയിലൊന്നും കൊള്ളരുത് കേട്ടോ. വെയിലൊക്കെ കൊണ്ട് തല വേർത്ത കുഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതിയേ. മഴയൊന്നും കൊള്ളരുത്. പട്ടണം കിട്ടില്ല. പിന്നെ ഉമ്മ വരും, കുഞ്ഞിനെ കാണാൻ വേണ്ടി വരും കേട്ടോ. ഉപ്പുണ്ടല്ലോ. ബാഗ് ഇതില് മോന്റെ തലയെ തേക്കണ പൊടിയുണ്ട്.
കുളി കഴിയുമ്പോ തേച്ചു കൊടുക്കും. അമ്മ പോയിക്കോട്ടോ. ഉപ്പയോട് പോയിക്കോ. കയറ് മോനെ, കയറ് കയറ് കയറ്. എടാ നമ്മള് ഇനി നമുക്ക് അടുത്ത തവണ ലീവിന് വരുമ്പോ കാണാം മോനെ. മോനെ ലീവിന് വരുമ്പോ കാണാ. എടാ നീ ഇത്രയും ദിവസം ഉപ്പുപ്പാന്റെ കൂടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്? അടുത്ത പ്രാവശ്യം വരുമ്പോ വരാം. എടാ അവിടെ നിനക്ക് നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. ഭക്ഷണം കഴിച്ചാണോ? ആ ഇതവിടെ വലിയ സീനാണല്ലേ. ഒന്നും പറയണ്ട, എന്താ ചെയ്യാ. അവരുടെ വിഷമം കാണാനും വയ്യ. റഫീഖ് വണ്ടി തിരിച്ചേ. കൂടി അല്ലാണ്ട് അവിടെയാണോ നീ കഴിയേ? നമ്മളെല്ലാം എന്നെ പൊന്നു പോലെ നോക്കൂലേ.